ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ 1/2 kg വെയിറ്റ് വരുന്ന ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിയും ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 2 ടയർ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിൽ അരിപ്പ് വെച്ചിട്ട് 1/2 കപ്പ് മൈദ, ഇനി അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ട പതഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 സെക്കൻഡെങ്കിലും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഫ്ലോറും അതുപോലെ തന്നെ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടി 1-2 ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സ്പീഡിൽ മാത്രമിട്ടേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്പാച്ചുല കൊണ്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ 6 ഇഞ്ചിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടണമെങ്കിൽ 5 ഇഞ്ചിൽ ടിന്നിലും ബേക്ക് ചെയ്യാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 45 മിനിറ്റ്സ് എടുത്ത് എനിക്കിത് നന്നായിട്ട് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഓവനും അതുപോലെ നമ്മൾ ഇപ്പോൾ സ്റ്റൗ ടോപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ അതൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് റെഡിയാക്കാം. സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നന്നായിട്ട് തിളപ്പിച്ച പാലാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രലൈൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഈ 1/3 കപ്പിൻ്റെ ഒരു പകുതിയോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ആദ്യം നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 ഗ്രാം സോൾട്ടഡ് ബട്ടർ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കട്ട പിടിച്ചെന്നൊക്കെ തോന്നും. അത് സാരമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബദാമും കാഷ്യൂസും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നട്ട്സ് മിക്സ് ചെയ്തതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഒന്നിൽ ഒരു ബട്ടർ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനത് തണുത്തതിന് ശേഷം മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഇട്ടിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും കൊണ്ട് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഇവിടെ 1/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത് വേണം ആഡ് ചെയ്യാൻ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീമിലേക്ക് മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ സിറപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കേക്കിൻ്റെയും ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഇനി അടുത്തായിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങ് ഓവറായിട്ട് വെറ്റ് ചെയ്യില്ല.
ഒരു ആവശ്യത്തിന്, അതായത് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കേക്ക് ഭയങ്കരമായിട്ടങ്ങ് സോഫ്റ്റായി പോകും. നമ്മുടെ കേക്ക് ഓൾറെഡി നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പ്രലയൻസും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബൂസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കി ലേസും ചെയ്തെടുക്കാം. എല്ലാ വീഡിയോസിലും ഫ്രോസ്റ്റിംഗ് ഒക്കെ കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാവർക്കും കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ അറിയാം. ഇനി ഫൈനൽ ലെയർ വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാം. കേക്ക് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കുന്ന കാരണം ഒത്തിരി നന്നായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേക്ക് ഇവിടെ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് ജസ്റ്റ് കേക്കിൻ്റെ പകുതി ഭാഗം മാത്രം കവർ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സിന് ഡബിൾ എടുക്കണം. ഞാനിവിടെ ഒരു 1/3 കപ്പിൻ്റെ പകുതിയാണ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടറും കൂടെ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഗനാഷ് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു സ്പാച്ചുല കൊണ്ട് ലെവൽ ചെയ്യുമ്പോൾ സൈഡിലോട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി ഡ്രിപ്പ് ആയിക്കോളും. കേക്കിന് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രിപ്പിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് പറ്റത്തില്ല. ഇതിന് ഡബിൾ തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഡ്രിപ്പിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു സൈഡിലായിട്ട് കുറച്ച് പ്രലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡിലായിട്ട് 3 റോസറ്റ്സും കൂടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ 2-3 റോസറ്റ്സ് വേണമെന്ന്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഞാൻ 3 റോസറ്റ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റോസറ്റ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ലാർജ് സൈസിലുള്ള ഗോൾഡൻ ഷുഗർ ബോൾസും അതെനിക്ക് തന്നെ സൈഡിലൊക്കെ മിനി ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.